ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സംസ്ഥാനത്ത് 2023 ഡിസംബർ വരെ പെൻഷൻ ലഭിച്ചിരുന്ന എല്ലാവരും വാർഷിക മസ്റ്ററിംഗ് ചെയ്യണം. ഇത് ചെയ്യാത്തവരുടെ എല്ലാം അക്കൗണ്ട് താൽക്കാലികമായി മരവിപ്പിക്കും എന്ന അറിയിപ്പാണ് ഇപ്പോൾ വരുന്നത്. അതിനാൽ തന്നെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെല്ലാം തടസ്സമില്ലാതെ പെൻഷൻ തുക ലഭിക്കുന്നതിന് ഓഗസ്റ്റ് 24 മുൻപായി ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട്. ജൂൺ 25 മുതലാണ് സംസ്ഥാനത്ത് വാർഷിക മസ്റ്ററിംഗ് ആരംഭിച്ചത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ സാധിക്കുന്നത്. കിടപ്പ് രോഗികളോ മറ്റു രോഗാവസ്ഥയിലോ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ വിവരം പഞ്ചായത്തിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ അറിയിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ അറിയിച്ചു കഴിഞ്ഞാൽ അക്ഷയ ജീവനക്കാർ വീടുകളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതായിരിക്കും. ഇതെല്ലാം തന്നെ ഓഗസ്റ്റ് 24 പൂർത്തിയാക്കേണ്ടതുണ്ട്. ഓഗസ്റ്റ് 24 മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് എത്രത്തോളം നാൾ മസ്റ്ററിംഗ് ചെയ്യുവാൻ വൈകുന്നോ അത്രത്തോളം നാൾ തന്നെ പെൻഷൻ ലഭിക്കുന്നതും വൈകുന്നതായിരിക്കും. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് കുടിശ്ശികയായിരുന്ന 5 മാസത്തെ ക്ഷേമ പെൻഷൻ ഗഡുക്കൾ 2 മാസത്തെ തുകയായ 3200 രൂപ ഈ വർഷം തന്നെ ലഭ്യമാകും എന്നതാണ്. 2 മാസത്തെ തുകയായിരുന്ന 3200 രൂപ ഈ വർഷം തരുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. ഈ സഹായം വളരെ വൈകാതെ തന്നെ അനുവദിക്കുന്നതിന് സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഓണത്തിന് മുൻപ് സാധാരണക്കാർക്ക് വലിയൊരു സഹായമായി ഈ തുക എത്തിച്ചേക്കും. ഈ മാസവും പെൻഷൻ വിതരണം ഉണ്ടായിരിക്കും. എന്നാൽ ഇത് സാധാരണഗതിയിലായിരിക്കും വിതരണം നടത്തുക. സർക്കാർ തരുമെന്നറിയിച്ച കുടിശ്ശിക തുക ഒരുമിച്ചായിരിക്കും ഓണത്തിന് ലഭ്യമാകുന്നത്. അതിനുവേണ്ടിയുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരറിയിപ്പ്, സ്ത്രീ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് ചെയ്യാത്തവരുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പെൻഷൻ ഗുണഭോക്താക്കളുടെ എല്ലാം വിവരങ്ങളടങ്ങിയ സേവന വെബ്സൈറ്റിൽ നിങ്ങളുടെ ആധാർ നമ്പരോ പെൻഷൻ ഐഡിയോ വെച്ച് സ്റ്റാറ്റസ് പരിശോധിക്കുക. മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിൽ നമ്മൾ മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ട് എന്ന് സ്റ്റാറ്റസ് കാണിക്കും. നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ബാധകമായിട്ടുള്ള സ്ത്രീകൾ ഈ രേഖ സമർപ്പിച്ചതായി സ്റ്റാറ്റസിൽ കാണിക്കുന്നുണ്ടോ എന്ന് സ്ഥിരീകരിക്കണം. ഇങ്ങനെ കാണിച്ചില്ലെങ്കിൽ ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. 60 വയസ്സിന് മുകളിലുള്ള പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ഈ നിയമം ബാധകമല്ല. അടുത്ത അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം വിതരണം ചെയ്തു വരികയാണ്. എന്നാൽ പലർക്കും ഇത് ലഭ്യമായില്ല എന്ന പരാതിയും ഉയർന്നു വരുന്നു. ആധാർ വഴി ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്കാണ് ഈ തുക വിതരണം ചെയ്യുന്നത്. ഈ തുക ലഭിച്ചിട്ടില്ലാത്തവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നേരിട്ടെത്തി ആധാറിന്റെ കോപ്പിയും വിവരമടങ്ങുന്ന അപേക്ഷയും സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ആധാർ സമർപ്പിച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ എല്ലാ മാസവും വിതരണം ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ ആനുകൂല്യം ഇതുവരെ ലഭിക്കാത്തവരുണ്ടെങ്കിൽ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക.